വിശദമായ വാർത്തയിലേക്കാണ്. എറണാകുളം മലയിടം തുരുത്ത പരേത്തക്കാവിലെ പ്രദേശവാസികളെ നാളെ ഒഴിപ്പിക്കില്ലെന്ന് മന്ത്രി റോജി എം ജോൺ. വിഷയം സർക്കാർ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഉന്നയിക്കും. കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടായില്ലെങ്കിൽ സർക്കാർ പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. പ്രദേശവാസികളുമായി സർക്കാർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ആന്റണി ജിസോർജുണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും ചർച്ച അവസാനിക്കുമ്പോൾ സർക്കാർ കൂടെ ഉണ്ടാകുമെന്നാണോ പ്രദേശവാസികൾക്ക് സർക്കാർ നൽകുന്ന ഉറപ്പ്? തീർച്ചയായും പെരുമ്പാവൂർ മുൻസിഫ് കോടതി നാളെയാണ് ഈ ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമാണ് ഈ നാട്ടുകാർ ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ ഉയർത്തുകയും ചെയ്തത്. ഏതായാലും അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ റോജി എം ജോണിനെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിനെ തന്നെ ഈ പ്രദേശവാസികളുമായി ചർച്ച നടത്താനായി നിയോഗിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജില്ലാ കളക്ട്രേറ്റിൽ ഈ ചർച്ച നടന്നത്. അതിൽ റോജി എം ജോൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശം ഉൾപ്പെടുന്നത് കുന്നത്തുനാട് മണ്ഡലത്തിലാണ്. കുന്നത്തുനാട് മണ്ഡലത്തിൻ്റെ MLA ആയ VP സജീന്ദ്രൻ, അതുപോലെ തന്നെ കളക്ടർ പ്രിയങ്ക, അതുപോലെ തന്നെ ഈ CPIM-ൻ്റെ മുൻ MLA ശ്രീനിജൻ അടക്കമുള്ള ആളുകളും ഈ കുടുംബങ്ങളും, ഈ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഏതായാലും ആ ചർച്ചയിൽ കുടുംബങ്ങൾക്കിപ്പോൾ സർക്കാർ ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഈ വിഷയം അത് സർക്കാർ ഹൈക്കോടതിയിൽ തന്നെ ഉന്നയിക്കും എന്നുള്ളതാണ്. AGക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച തന്നെ വിഷയം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കും. ഈ കാര്യങ്ങളെല്ലാം, ഈ പ്രശ്നങ്ങൾ, നിലവിലെ ഇവിടുത്തെ സ്ഥിതി ഒക്കെ കോടതിയെ ബോധ്യപ്പെടുത്തും. ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ കുടുംബങ്ങൾക്ക് പുനരധിവാസം ഉറപ്പാക്കും എന്നുള്ളതാണ് മന്ത്രി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അവരെ പെരുവഴിയിലേക്ക് വിടില്ല, മറിച്ച് അവരോടുകൂടി ആലോചിച്ച ശേഷം ഒരു പുനരധിവാസ പാക്കേജ് നടപ്പാക്കി എല്ലാ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുമെന്നിപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും ഈ ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ടെന്ന് ഈ കുടുംബങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അവർ വലിയ ആശങ്കയിലായിരുന്നു ഉണ്ടായിരുന്നത്. നാളെ ഈ കുടിയൊഴിപ്പിക്കലിന് വേണ്ടി കോടതി നിർദ്ദേശിച്ച അവസാന ദിവസമാണ്. ഇനി പോലീസ് വരുമോ, നാളെ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള വലിയ ഭീതിയിലാണ് ആ കുടുംബങ്ങൾ താമസിച്ചിരുന്നത്. 26-ന് മുമ്പ് റിപ്പോർട്ട് വേണമെന്നൊക്കെയാണ് മുൻസിഫ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും താൽക്കാലികമായ ഒരു ആശ്വാസം ഇപ്പോൾ ആ കുടുംബങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പോലീസ് തൽക്കാലം ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തില്ല എന്നുള്ള ഉറപ്പുകൂടി ഇപ്പോൾ മന്ത്രി കുടുംബങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കുക. മുൻസിഫ് കോടതിയിലാണ് ഈ വിഷയമുള്ളത്, പക്ഷേ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് തന്നെ സർക്കാർ പോകുന്നു എന്നുള്ളതാണ്. സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ സമീപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നമുക്കറിയാം CPM അടക്കം വലിയ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയിരുന്നു. ഇന്നും ആ പ്രതിഷേധങ്ങളൊക്കെ തുടർന്നിരുന്നു. ഏതായാലും ആ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആ കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം ഉള്ളൊരു തീരുമാനം സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുന്നു. പുനരധിവാസം ഉറപ്പാക്കുമെന്നുള്ള കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായാൽ പുനരധിവാസം ഉറപ്പാക്കുമെന്നൊരു ഉറപ്പ് കൂടി ഇപ്പോൾ മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നൽകിയിരിക്കുകയും ചെയ്യുന്നു. ശരി, വ്യക്തമാണ്. ആന്റണി ജിസോർജാണ് വിവരങ്ങൾ നൽകിയത്.